ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ സ്വാതന്ത്ര്യം 2ന്റെ ബാക്കി വിശേഷങ്ങൾ നോക്കിയാലോ. അങ്ങനെ ഉദയഭാനുവിനെ കൈയോടെ പൊക്കിയിരിക്കുകയാണ് കേട്ടോ ആനന്ദ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രീദേവിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ. ആനന്ദാണെങ്കിൽ താൻ ഇത്രയും കാലം രഹസ്യമാക്കി വെച്ച എല്ലാ കാര്യങ്ങളും അവിടെ തുറന്നടിച്ച് പറയാണ് കേട്ടോ. ദേവി ആരാണെന്നും അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്ന കള്ളങ്ങളും എല്ലാം ആനന്ദ് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവിടെ തകർത്തെറിയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ദേവമംഗലം തരിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ആനന്ദ് ചോദിക്കുന്നുണ്ട് മീനുവിനോടും ആകാശിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തറിയാം ദേവിയെ പറ്റി? നിങ്ങൾക്കൊന്നും അറിയില്ല, അവൾ കള്ളിയാണ്, പഠിച്ച കള്ളിയാണ്. അവർ ഇത്രയും കാലം പറഞ്ഞ എല്ലാം കള്ളത്തരാണ്. ഇതെല്ലാം ഞാൻ ഓരോ തവണയായിട്ട് അറിഞ്ഞത്. പക്ഷേ നിങ്ങളാരും ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ലല്ലോ എന്ന് വെച്ചിട്ടൊരു തെളിവിനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും കിട്ടിയ അവസരമാണ്, അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം ദയവ് ചെയ്ത് എന്നൊക്കെ അവനിങ്ങനെ വിളിച്ച് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ അമ്മേ, ഇവളെന്താ നമ്മളോട് പറഞ്ഞ ഇവൾ MA ലിറ്ററേച്ചർ ആണെന്നല്ലേ? ഇവക്ക് വെറും 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇവർ പറ്റിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് അവർ കള്ളം പറഞ്ഞതാ അവൾ MA ലിറ്ററേച്ചർ വരെ പഠിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഗോമതി ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഈ വിളിച്ച് പറയുന്നത്? നിനക്ക് ബോധമില്ലേ? ആരെ മുന്നാ നീ ഇതൊക്കെ പറയുന്നത്? അപ്പം പറയുന്നുണ്ട്, എന്താ അമ്മ വിശ്വസിക്കാത്ത? ഇതാണ് സത്യം. ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കാനോട്ടോ എല്ലാവരും. അങ്ങനെ മിത്രയും അനുവൊക്കെ വന്നിട്ട് ദേവീനോട് ചോദിക്കുന്നുണ്ട്, എടത്തി ഇത് സത്യമാണോ? എടത്തി 10 വരെ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ മാതിരി MA ലിറ്ററേച്ചർ വരെ പഠിച്ചിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ അവളൊന്നും മിണ്ടാതെ തല താത്തി കണ്ണീരൊഴുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബോധ്യമായി അവൾ പറഞ്ഞത് കള്ളായിരുന്നു, അവൾ 10 വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഷോക്കാവാണ്. കാരണം ഇത്രയും കാലം അവളെ വിശ്വസിച്ചില്ലേ, അവൾ ഇത്രയും ഒരു കള്ളത്തിയാണെന്ന് ആരും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ പിന്നെ വീണ്ടും വളരെയധികം സങ്കടത്തോട് കൂടിയിട്ട് നമ്മുടെ ആനന്ദ് വീണ്ടും ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇതെനിക്ക് മുന്നേ മനസ്സിലായത്, പക്ഷെ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ പറയാഞ്ഞത്. ഞാൻ ഇവളും കൂടെ പണ്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് സപ്ലൈ ചെയ്യാൻ വന്നത് ആരാന്ന് അറിയാമോ? ഇതാ അച്ഛൻ്റെ ഈ ദേവിമോൾ, ഇവളാണ് അങ്ങോട്ട് വന്നത്. ഞാനാകെ ഇല്ലാണ്ടായിപ്പോയി. ആ സമയത്ത് അച്ഛനും അമ്മയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെയധികം ടെൻഷനായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനായിട്ടാണ് ഇത് ഉള്ളിൽ ഒതുക്കി നിന്നത്. അവളെ ഒരു സ്കൂളിൽ ജോലിക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ നിന്ന് അവളോട് ലാസ്റ്റ് അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അത് കയ്യിലില്ലല്ലോ, അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ചാടിയതാ. പക്ഷെ നമ്മളോട് എല്ലാവരോടും എന്താ പറഞ്ഞത്? അവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഒരു IT കമ്പനിയിൽ ജോലിക്ക് പോകുന്നല്ലേ. ആ IT കമ്പനിയാണ് ഈ ഹോട്ടൽ. അവിടെയാണ് അവൾ ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ജോലിയെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്, അവൾ വായ തുറക്കില്ല എന്ന് ആനന്ദ് പറയുമ്പോൾ മീനുവും ഇത്രയൊക്കെ ചോദിക്കുന്നുണ്ട്, ആണോ എടുത്തി? ഇതൊക്കെ കേട്ട് ഗോമതി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്കാർക്കും. പക്ഷെ അതിനൊന്നും അവൾ മറുപടി കൊടുക്കുന്നില്ല. അവൾ ആകെ നാണം കെട്ട് നാറിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ആരെയും അവൾക്ക് ഫേസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കരച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവൾ പെട്ടെന്ന് അടുത്ത് കണ്ട റൂമിലേക്ക് ഓടിപ്പോയി വാതിലടച്ച് പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവൾ പോയ വഴിയെ നോക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, തീർന്നിട്ടില്ല, ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതും കൂടെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ എല്ലാവരും അവൻ പറയുന്നത് എന്താണെന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുക. അങ്ങനെ അവൻ പറയുന്നുണ്ട്, ഇവൾ ഇത്രയും കാലം പറഞ്ഞത് എന്താ? ഇവൾക്ക് എന്നെക്കാട്ടിൽ 2 വയസ്സ് താഴെയാണെന്നല്ലേ? അതല്ലേ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചത്? പക്ഷെ അത് കള്ളാണ് അമ്മേ, അച്ഛ, എല്ലാം കള്ളാണ്. അവൾ എന്നെക്കാട്ടി 2 വയസ്സ് മൂത്തതാണ്. ഞാനിത് അവളുടെ ആധാർ കാർഡ് കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ അവളുടെ ID പ്രൂഫ് ചെക്ക് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കും ഇത്രയും മീനു, അവൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതും അവളുടെ വയസ്സ്, നമ്മൾ എളുപ്പം കണ്ടുപിടിക്കാവുന്ന വയസ്സ് വരെ അവർ കള്ളം പറഞ്ഞിട്ടാണ് നമ്മളോട് ഇത്രയും കാലം നിന്നത് ഇവിടെ. അപ്പോൾ ഈ ഒരു കല്യാണം അവർ പച്ച കള്ളത്തോടു കൂടെ നടത്തിയതാണ്. നമ്മൾ മണ്ടന്മാർ, വിഡ്ഢികൾ എന്നൊക്കെ ആനന്ദ് സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയൊക്കെ പറയുമ്പോൾ എല്ലാവരും ഷോക്കാവാണ് കേട്ടോ. ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനും. അങ്ങനെ ആനന്ദ് വീണ്ടും പറയാണ്, അയാൾ ബിസിനസ്മാനോ കോടീശ്വരനോ ഒന്നുമല്ല അച്ഛാ, അയാൾക്ക് ഒന്നുമില്ല. അയാൾ ഒരു നേരത്തെ ആഹാരത്തിന് വരെ മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെയാണ് അവർ പൈസ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ അവർ നിൽക്കുന്ന വീട് പോലും അവരുടെ ഏതോ ഒരു സുഹൃത്തിനെ പറ്റിച്ചിട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിലാണ് അവർ വാടക പോലും കൊടുക്കാതെ താമസിക്കുന്നത്. അത്രയും പേരും കള്ളന്മാരാണ് ഇവരെല്ലാവരും. അവളും അതെ. അവർ ഐഡിയ എന്താണെന്നറിയോ? അവരുടെ മകളുടെ കല്യാണ ചെലവ് അത് ഓർത്തിട്ടാണ് അവർ ഇത്രയും കള്ളം പറഞ്ഞ ഒരു കല്യാണം നടത്തിയത്. ഇതെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾക്ക് എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങളെല്ലാവരും കാണണം. എനിക്ക് ആദ്യം ഉറപ്പുണ്ടായിരുന്നു ഇത് അവളുടെ അച്ഛൻ തന്നെയാണ്, അയാൾ ഉദയഭാനു തന്നെയാണ് ഈ ഒരു പൈസ മോഷ്ടിക്കുന്നത്, നമ്മുടെ കടയിൽ ഇങ്ങനെ നഷ്ടം വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ക്യാമറ അവിടെ വെച്ചത്. അതുകൊണ്ട് ആ വീഡിയോയിൽ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടിയല്ലോ, അയാൾ തനി ഫ്രോഡാണ് എന്നൊക്കെ ഇങ്ങനെ അവൻ വിളിച്ച് പറയാണ്. പെട്ടെന്ന് ഗോമതിക്ക് ഒരു നെഞ്ഞുവേദന പോലെയൊക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് അയ്യോ ബാലേട്ട, എന്നെക്കൊണ്ട് ഇതൊന്നും സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് ഗോമതി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ആനന്ദ് പറയുന്നുണ്ട്, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാലും നിങ്ങൾ ഷോക്കാകും. നിങ്ങൾ വിചാരിച്ചില്ലേ നമ്മുടെ കുഞ്ഞു പോയത് അവൾ കാരണമല്ലാന്ന് അമ്മ വാദിച്ചില്ല എന്നോട് ഒരുപാട് തവണ. പക്ഷേ ഇത്രയും പേരും കള്ളം പറഞ്ഞ് അവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അത് അവളുടെ ഐഡിയ ആണെങ്കിലോ? എനിക്ക് അത്രയും അടുത്തിട്ടാണ് ഞാൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അതോടുകൂടെ ഇനി ഒരു ബന്ധം വേണ്ടാന്ന് വരെ ഞാൻ വിചാരിച്ചു. എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കറക്റ്റ് സമയത്തിന് അവൾ പ്രഗ്നൻ്റ് ആയി. അത്
അതൊരു പിടിവള്ളിയാക്കിയിട്ട് അവൾ ഇങ്ങോട്ട് വന്നു. അല്ലാതെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ആ കുഞ്ഞിനെ അവൾ സ്നേഹിച്ചിട്ടൊന്നുമില്ല. ഇത്രയും കള്ളം പറഞ്ഞ അവൾക്ക് എങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയും? അവൾ ഇങ്ങോട്ട് കയറാനുള്ളൊരു പിടിവള്ളി ആയിട്ട് മാത്രമാണ് ആ കുഞ്ഞിനെ കണ്ടത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ തന്നെ ബാലന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ബാലൻ പറയുന്നുണ്ട്, ഗോമതി ഇപ്പം തന്നെ ഉദയഭാനുവിനെ വിളിച്ചിങ്ങോട്ട് വരാൻ പറയും, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ഗോമതി ഫോൺ ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് ആ ഒരു കിട്ടിയൊരു ചാൻസിൽ മീനും ഇത്രയും കൂടെ പെട്ടെന്ന് ദേവീൻ്റെ റൂമിലേക്ക് പോയിട്ട് ദേവീനോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഞങ്ങൾ കേൾക്കുന്നത്? ഞങ്ങളോടെങ്കിലും സത്യം പറഞ്ഞുകൂടായിരുന്നോ? ഈ എമ്മയൊക്കെ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് എന്താ പ്രശ്നം? ഇപ്പം ഞങ്ങളെ കാര്യം നോക്കൂ, ഞങ്ങളുടെ വീട്ടുകാർ വരെ ഞങ്ങൾ ഒഴിവാക്കിയ ആൾക്കാരെ, എന്നിട്ട് പോലും ഇവിടുത്തെ അച്ഛനമ്മ ഞങ്ങൾ എന്ത് സ്നേഹത്തോടെ നോക്കുന്നത്. അപ്പോൾ എന്തിനാണ് അടുത്ത് ഇത്രയൊക്കെ കള്ളം പറയുന്നത്? അവർക്ക് നല്ല സ്നേഹമാണ്, അവരങ്ങനെയൊന്നും ചിന്തിക്കുക പോലുമില്ല. അത് കേട്ടപ്പോൾ പൊട്ടിക്കറിയാണ് കേട്ടോ നമ്മുടെ ദേവി. അവൾക്ക് ഇവരെയൊന്നും ഫേസ് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല മിത്രേ മീനു, പക്ഷെ ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ അറിവോടല്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ നിർബന്ധിച്ചിട്ട് മാത്രമാണ് ഞാനതൊക്കെ പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞതാണ്, കല്യാണമൊന്നും ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ട് നടക്കൂല, അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് അധികകാലം ദീർഘായുസ് ഉണ്ടാവില്ല, അതൊക്കെ ഇല്ലാതാവേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ എന്തിനാ അച്ഛ അമ്മ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത് എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ അവരോട് പറഞ്ഞതാണ്. പക്ഷെ അവർ കേട്ടില്ല. കല്യാണത്തിന് മുന്നേ ആനന്ദേട്ടനോട് പറയാൻ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു, പക്ഷെ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. അത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ നോക്കിയപ്പം എനിക്ക് ധൈര്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് നിങ്ങളൊന്നും പിരിയാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തായാലും ആനന്ദേട്ടനെ ഒഴിവാക്കും, അപ്പോഴേക്കും നിങ്ങളൊക്കെ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാണ്ടിരുന്നത്. തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരിക്കില്ലേ നമ്മുടെ മകൾ ഒരു വലിയ വീട്ടിലേക്ക് പോകണം, നല്ലൊരു കുടുംബം അവൾക്ക് ഉണ്ടാവണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ആ വഴി തെറ്റായിപ്പോയി, ഞാനത് സമ്മതിക്കുന്നു. ഇനിയിപ്പോൾ ആനന്ദേട്ടനോട് ഞാൻ എന്താ പറയുക, എനിക്ക് അറിയില്ല. ആനന്ദേട്ടൻ ഇത്രയും ഇതൊരു വലിയ പ്രശ്നമാക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വല്ലാതെ അങ്ങ് കരയാണ് കേട്ടോ. മീനുനും ഇത്രയ്ക്ക് ഇതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് വീണ്ടും ദേവി പറയുന്നുണ്ട്, ഞാനാണ് തെറ്റുകാരി, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാനാണ് ഇത്രയും കള്ളം പറഞ്ഞ് ആനന്ദേട്ടനെ ചതിച്ചത്, ആനന്ദേട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുഞ്ഞിനെ ഞാനൊരു പിടിവള്ളിയാക്കി എന്ന് പറഞ്ഞത് അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം എൻ്റെ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയില്ല. പിന്നെ എൻ്റെ തെറ്റുകൊണ്ടല്ല ആ കുഞ്ഞ് നഷ്ടമായത്. അത് കേട്ടപ്പോൾ മീനും ഇത്രയും പറയുന്നുണ്ട്, ആ എടുത്ത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് എല്ലാം അറിയാം, ആനന്ദേട്ടൻ ഇപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും, അത് കഴിയുമ്പോൾ ആനന്ദേട്ടൻ തണുക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കിക്കോളും എന്നൊക്കെ പറയാനാണ്. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ആ സമയത്താണ് അനു മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത്, ഇനി ഞാൻ ഈ ഒരു സത്യം മൂടി വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുകയാണ് അവൾക്ക് കേട്ടോ. അങ്ങനെ അവൾക്ക് ദേവിനോട് ഒരു പാവൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ടാണ് നേരെ ആനന്ദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആനന്ദേട്ടാ ഇനി ഞാൻ ഈ ഒരു സത്യം മൂടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു ചതിയായിരിക്കും ചെയ്യുക, ആനന്ദേട്ടനോട് ഞാൻ ഈ ഒരു സത്യം പറയാൻ പോവാണ് എന്നും പറഞ്ഞ് അവൾ കാലിൽ വീണിട്ട് കരയും. അപ്പോൾ ആനന്ദാകെ ഷോക്കാണ്, നീ എന്താ മോളെ പറയുന്നത്? അപ്പോൾ അനു പറയുന്നുണ്ട്, ആനന്ദേട്ടാ ദേവിയടത്തിയുടെയും നിങ്ങളുടെയും കുട്ടി പോയത് ദേവിയടത്തി കാരണമല്ല, അത് ഞാൻ കാരണം. അപ്പോൾ ആനന്ദ് പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അലോക് വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലോക് എൻ്റെ റൂമിലേക്ക് വന്ന് എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് ദേവിയെടുത്തിയും ഏട്ടത്തിമാരും അമ്മയൊക്കെ വന്നു. അങ്ങനെ അമ്മേനെ പിടിച്ച് തള്ളുന്ന നേരത്തെ ദേവിയെടുത്തിയാണ് അലോകിനെ പിടിച്ച് മാറ്റിയത്. ആ ദേഷ്യത്തിന് ദേവിയെടുത്തിയുടെ വയറ്റിലേക്ക് ചവിട്ടായിരുന്നു അലോക്. അങ്ങനെയാണ് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. അത് കേൾക്കുമ്പോൾ ആനന്ദ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അവനാകെ എന്തൊക്കെയോ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. അവരിങ്ങനെ തറഞ്ഞു നിൽക്കുകയാണ്. അനു ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നതും. അങ്ങനെ ഗോമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഞങ്ങളും നിന്നോട് ഈ സത്യം പറയാണ്ടിരിക്കുകയായിരുന്നു, കാരണം നീ പെട്ടെന്ന് ഈ ഒരു ദേഷ്യത്തിന് അലോകിനെ പോയി കൊന്നാലോ, ആ ഒരു പേടി കൊണ്ടാണ് ഞങ്ങളിതുവരെ പറയാണ്ടിരുന്നത്, അതിൽ ദേവീൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല കേട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്ന് വെച്ചിട്ട് ഇത്രയും ഒരു കള്ളം പറഞ്ഞ അവളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഉദയഭാനുവും ശ്രീകലയും കൂടെ ഫോൺ വിളിച്ചത് പ്രകാരം അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. അവരെ കണ്ടതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഉദയഭാനു ആണെങ്കിൽ വീണ്ടും തള്ളു സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് അവരെ കണ്ടപ്പോൾ തന്നെ, എന്താ പെട്ടെന്ന് വിളിച്ചത്? ഞാൻ കൊറിയയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നിൽക്കുകയാണ്, കാരണം എനിക്ക് ബിസിനസ് ഡീൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിസിനസ് ഡീൽസിനെക്കാട്ടി വലുതല്ലേ നമ്മുടെ ബന്ധം, ബാലനുമായിട്ടുള്ള ബന്ധം, അതാണല്ലോ വലുത്. അതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരെ. ബാലനാണെങ്കിൽ പല്ല് കടിച്ച് പൊട്ടിക്കാനുണ്ട്, അത്രയും ദേഷ്യമുണ്ട്. എന്നിട്ട് ബാലൻ പെട്ടെന്ന് തന്നെ ഉദയഭാനുവിൻ്റെ കോളർ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടോ താൻ കുറേ കാലമായി കള്ളം പറഞ്ഞ് നടക്കുന്നു, ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കിയതാ, പിന്നെയും താൻ എന്നെ ആ വലയിൽ വീഴ്ത്തി, അന്ന് ഞാൻ അറിഞ്ഞില്ല, ഇത്രയൊക്കെ കള്ളം പറയാൻ എനിക്ക് ഉളുപ്പില്ലേടോ, നാണില്ലേടോ, താൻ കുറേ കാലമായാലും ഞങ്ങളെ പറ്റിക്കുന്നത്, തനിക്ക് ഉളുപ്പില്ലേ, എന്നെയും എൻ്റെ മകനെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ നിങ്ങൾ പറ്റിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് ഉദയഭാനുവിനെ അങ്ങനെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ബാലൻ, അത്രയും ദേഷ്യം. അപ്പോഴേക്കും ഗോമതിയും പറയുന്നുണ്ട്, നിങ്ങളുടെ ലക്ഷ്യം എന്താ? നിങ്ങളുടെ മകൾ എത്ര പാവമായിട്ട് അവിടെ അഭിനയിക്കുന്നത്, നിങ്ങളതുപോലെ തന്നെ എത്ര കാലമായി നിങ്ങൾ ഞങ്ങളെ അഭിനയിച്ച് വലയിലാക്കിയത്, നിങ്ങളുടെ ലക്ഷ്യം എന്താ? ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരെയും കൊന്ന് ഞങ്ങളുടെ വീട് സ്വത്തും ഒക്കെ നഷ്ടപ്പെടുത്താനാണോ നിങ്ങളുടെ പ്ലാൻ? അതോടെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ ദേവി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പം
ഉദയഭാനു ഇങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുന്നുണ്ട് എല്ലാവരും അറിഞ്ഞു എന്ന്. അതോടുകൂടെ ഉദയഭാനു നെഞ്ചിൽ കൈവച്ചിട്ട് അയ്യോ പൊളിഞ്ഞു എന്ന് പറയാം. പിന്നെ എന്തായാലും അവർ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ് എന്തെങ്കിലും ഒരു കാലത്ത് ഈ ഒരു നാടകം പൊളിയും. അപ്പോൾ പിന്നെ ഇമോഷണൽ ഡ്രാമ വെച്ചിട്ട് ഇവരൊക്കെ വലയിലാക്കാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ് അവർ. അതപ്പം തന്നെ നടപ്പിലാക്കി കേട്ടോ. അവരുടെയൊക്കെ കാലിൽ വീണിട്ട് മാപ്പ് പറയണം, അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു വഴി ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ മകള് നല്ല രീതിക്ക് ജീവിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളോട് ക്ഷമിക്കണം ബാല പ്ലീസ്. പിന്നെ അവളൊരു പാവാട്ടോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ചിട്ട് അവളോട് ആരും ഒന്നും ചെയ്യരുത്, അവൾ പാവാണ്, അവൾക്ക് ആനന്ദം എന്ന് വെച്ച ജീവനാണ്. അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും അവളെ സ്വന്തമായിട്ടാണ് കാണുന്നത്, അവൾക്ക് അത്ര ഇഷ്ടമാണ് എല്ലാവരെയും. ദയവ് ചെയ്ത് എൻ്റെ മകളെ നിങ്ങൾ ആരും ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ അവളെ സങ്കടപ്പെടുത്തരുതെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗോമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ആർക്കറിയാം എന്താണെന്നൊക്കെ, അവളുടെ സ്നേഹം സത്യമാണോ കള്ളാണോ എന്നൊക്കെ ഞങ്ങളിനി എങ്ങനെ വിശ്വസിക്കും, ഇത്രയും കള്ളങ്ങളൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞതല്ലേ, ഇനി ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും. അത് മാത്രമല്ല അവളുടെ പേരിൽ പോലും എനിക്ക് സംശയമുണ്ട്, ശ്രീദേവി തന്നെയാണ് അവളുടെ പേര്, നിങ്ങൾ ഇത്രയും കള്ളൊക്കെ നിരത്തിയതല്ലേ, ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഒച്ചത്തിൽ വിളിച്ച് പറയാൻ കേട്ടോ ഗോമതി. അവൾക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രമാത്രം ദേവിയെ അവളെ സ്നേഹിച്ചിട്ടുണ്ട്, സ്വന്തം മോളെ പോലെ കണ്ടിട്ടുണ്ട്. അതാണ് അവിടെ നിന്നാണല്ലോ ഈ ഒരു തിരിച്ചടി കിട്ടിയത്, അത് അവൾക്ക് സഹിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് ഗോമതി വീണ്ടും പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മകൻ ഇത്രയും കാലം ഇതൊക്കെ ഉള്ളിൽ വെച്ച് ഒറ്റയ്ക്ക് നടന്നു, ഞങ്ങളോടൊന്നും പറയാതെ, ഞങ്ങൾ വിഷമിക്കുന്നു വിചാരിച്ചിട്ട്. പാവം എൻ്റെ മകൻ, അവൻ ഇത്ര ഇതൊക്കെ സങ്കടം ഉള്ളിൽ ഒതുക്കി അവൻ എങ്ങനെ ജീവിച്ചെന്ന് എനിക്ക് അറിയില്ല. ഇനി നിങ്ങളെ മകളെ ഇവിടെ നിർത്തിയിട്ട് എൻ്റെ മകനെ സങ്കടപ്പെടുത്താൻ സമ്മതിക്കില്ല, അവളെ കൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഇറങ്ങണം, ഒരു നിമിഷം പോലും ഇനി അവൾ ഇവിടെ വേണ്ട. അത് കേൾക്കുമ്പോൾ അവർ ഷോക്കാവാണ് കേട്ടോ, കാരണം ഇതൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഗോമതിയും ബാലനും പാവാണല്ലോ, അപ്പോൾ കുറച്ചൊരു ഇമോഷണൽ ഡ്രാമയിലൂടെ അവരെ വീണ്ടും വീഴ്ത്താന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അവർ ഇത്ര പ്രതികരിക്കുന്നവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് കേൾക്കുമ്പോൾ ദേവി ആകെ ഷോക്കായിട്ട് കാല് പിടിക്കുന്നുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞയക്കരുത്, എനിക്ക് ഞാൻ പോവില്ല, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ, എനിക്ക് ആനന്ദമായിട്ടുള്ള അത് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ അവൾ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ ആനന്ദിനെയാണ് ചിന്തിക്കുന്നത്, കാരണം അവരിപ്പോൾ ദേവിയോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആനന്ദിൻ്റെ സമനില ഒന്നാകെ തെറ്റും. കാരണം അവൻ ഓൾറെഡി ഭയങ്കരമായിട്ട് പ്രഷറിൽ നിൽക്കുകയാണ്. ദേവിയോട് ഇവർ ഇനി ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആനന്ദിന് തോന്നില്ലേ, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എൻ്റെ ഭാഗം കേൾക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് തോന്നില്ലേ. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ഒരു തീരുമാനം എടുക്കുകയാണ്, അവളെ ഇവിടുന്ന് ഇറക്കി വിടാം, വേറൊരു വഴിയില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ട് അത് പറയാണ് കേട്ടോ. മറ്റെല്ലാ വഴികളും അടഞ്ഞതുകൊണ്ട് തന്നെ കളം മാറ്റി ചവിട്ടുകയാണ് കേട്ടോ ഉദയഭാനുവും ശ്രീകലയും കൂടെ. അപ്പോൾ അവർ കുറച്ചൊരു സ്ട്രോങ്ങിൽ പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ ഇത്രയൊക്കെ കള്ളം പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായി, എൻ്റെ മകള് MA ഒന്നുമല്ല, അവൾ 10ാം ക്ലാസ്സാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ അവനെങ്ങാട്ട് 2 വയസ്സ് കൂടുതലാണ്, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഇല്ലല്ലോ, അവളിവിടെ നല്ല രീതിക്ക് ജീവിക്കുന്നില്ലേ, എല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നില്ലേ, എല്ലാവരും നോക്കുന്നില്ലേ, വെച്ച് വളം ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ ബാലനെ സ്റ്റോറിൽ അവൾ സഹായിക്കുന്നില്ലേ, രാപ്പകലില്ലാതെ അവൾ കഷ്ടപ്പെടുന്നില്ലേ. അത് കേൾക്കുമ്പോൾ ആർക്കും ഒരു ഉത്തരവൊന്നുമില്ല കേട്ടോ. പിന്നീട് അപ്പം അവരെല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ധൈര്യമായല്ലോ. അങ്ങനെ ഉദയഭാനു പിന്നെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുകയാണ് കേട്ടോ, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാം കൂടെ കേട്ടിട്ട് പ്രാന്തളകി നിൽക്കുകയാണ് നമ്മുടെ ആനന്ദ്. ലാസ്റ്റ് അവന് കൺട്രോൾ പോയിട്ട് അവനൊരു ഫ്ലവർ വൈസ് എടുത്തിട്ട് ഉദയഭാനുവിനെ അടിക്കാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും അവനെ പിടിച്ചു വെക്കുകയാണ്. അതോടുകൂടെ ഉദയഭാനു ഭയങ്കര ഒച്ചത്തിൽ അലറുകയാണ്, അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറയാണ്. അതെല്ലാം കേട്ടപ്പോഴേക്ക് നാട്ടുകാരൊക്കെ കൂടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും മുന്നിൽ നാണം കെടും, പിന്നെ ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കേണ്ടി വരും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അവർ, അതായത് ബാലനും ഗോമതിയും പറയുന്നുണ്ട് എത്രയും വേണം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നും പറഞ്ഞിട്ട് അവളെ പുറത്തിറക്കി വാതിലടയ്ക്കുകയാണ്. ലാസ്റ്റ് ഒരു വഴിയില്ലാതെ അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. അതോടുകൂടി എപ്പിസോഡ് കഴിയാണ്. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. എനിക്ക് തോന്നുന്നു അവർ ഡിവോഴ്സ് ആവുമെന്നൊക്കെ തോന്നുന്നു, പിന്നീട് എല്ലാം ക്ഷമിച്ച് രണ്ടുപേരും കൂടെ പാച്ചപ്പ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.